കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിലെ പ്രതികളായ പോലീസുകാർക്കെതിരായ തുടർ നടപടിക്ക് നാളെ തുടക്കമാകും. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ തൃശൂർ റേഞ്ച് DIG നാളെ ഉത്തരമേഖല IGക്ക് കൈമാറും. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പോലീസ് സേനയ്ക്കാകെ നാണക്കേടായ സംഭവത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ തീരുമാനം. നാളെയാണ് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല IG രാജ്പാൽ മീണയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറുക. തുടർന്ന് 4 പോലീസുകാർക്കും നോട്ടീസ് നൽകും. 15 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകുക. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പിരിച്ചുവിടാനാണ് നിലവിലെ ധാരണ. എന്നാൽ പിരിച്ചുവിടുന്ന നടപടിക്ക് തടസ്സമുണ്ടായാൽ തരം താഴ്ത്തുന്നതും പരിഗണനയിലുണ്ട്. അതേസമയം കുന്നംകുളം വിഷയത്തിൽ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കും. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPIM സെല്ലാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. പോലീസിൽ CPM നിയന്ത്രണത്തിലുള്ള സെല്ലാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന്റെ എല്ലാ അതിക്രമങ്ങളെയും അവരെ ന്യായീകരിക്കുകയാണ്, അതിന് കൂട്ടുനിൽക്കുകയാണ്, പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്, അടിയന്തരാവസ്ഥ തന്നെയാണ്. കുന്നംകുളം സംഭവത്തിന് പിന്നാലെ പോലീസ് മർദ്ദനത്തിനെതിരായ നിരവധി പരാതികളാണ് ഉയർന്നുവരുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.